സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കപ്പ ഏകദേശം ഈ രീതിയിലേക്ക് മുറിച്ച് നമ്മൾ നടുവാണ്. ഏകദേശം ഒരു തടമൊക്കെ ഈ രീതിയിൽ ഒതുക്കിയെടുക്കുക. ഇതിന് ഏറ്റവും നല്ല കപ്പോളത്തിന് ഏറ്റവും നല്ല കപ്പയ്ക്ക് ഏറ്റവും നല്ല കോഴിവളമാണ് കേട്ടോ, ഏറ്റവും നല്ലത്. അതായത് മഴയുള്ളപ്പോഴാണ് കോഴിവളം ഇടുന്നത് ഏറ്റവും നല്ലത്. അതായത് ചുവട്ടിൽ ഇട്ടതിന് ശേഷം 6-5 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് മണ്ണിട്ട് വെട്ടി മൂടാൻ പാടുള്ളൂ. നട്ടതിന് ശേഷം, അല്ലെങ്കിൽ ചൂട് കാരണം ഇത് അവിഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചൂട് പോകുന്നിടം വരെ ഇങ്ങനെ ഒരു 5-6 ഡേയ്സ് ഇങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. ഈ കോഴിവളം അത് മഴയുള്ളപ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഏറ്റവും നല്ല വളം ഈ കപ്പയ്ക്ക്. പിന്നെ പൊട്ടാഷിന് വേണ്ടിയൊക്കെ 8 16 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒരുപാട് ഇത് നടുവാണെങ്കിൽ ഏകദേശം ഈ ഒരു തണ്ട് നമ്മളിപ്പോൾ ഒരു 3 ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു വലിപ്പത്തിലേക്ക് കണ്ടില്ലേ, ആ ഒരു വലിപ്പത്തേക്ക് നമുക്ക് മുറിച്ചെടുത്ത് നടാവുന്നതാണ്. ഈ ഒരു വലിപ്പം ആകാവുള്ളൂ. നമ്മുടെ ഒരു 2 കൈപ്പിടിയിലാണ് നമ്മളിത് നടുന്നത്. നമ്മളിപ്പോൾ ഇത് മുറിച്ചെടുത്തിരിക്കുകയാണ്. അത് ഒരു 2 കൈപ്പിടിയിലെ അകലത്തിൽ നടാനായിട്ട് പോവുകയാണ്. ഏകദേശം ഈ രീതി മതി. നമ്മൾ വെട്ടിയ മൂട് അതിലേക്ക് ഒന്ന് കുത്തി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ മണ്ടയിൽ വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് കുറച്ച് മണ്ണൂടെ പൊത്തി വെച്ച് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. കണ്ടില്ലേ, ഏകദേശം മണ്ണ് ഒന്ന് അതിൻ്റെ മണ്ടയിൽ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഇറങ്ങാതെ ചീഞ്ഞ് പോകാതെ ഒക്കെ ഇരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ ഇതൊരു ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മഴ ഉള്ളപ്പോൾ മാത്രം കോഴികൾ ഉപയോഗിക്കുക, അല്ലാത്തപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സൈഡൊക്കെ മണ്ണ് നല്ലപോലെ ഇളക്കി വെട്ടി കയറ്റി കൊടുക്കുന്നതാണ് വളരെ നല്ലതാണ്. അതിന് വിത്തിന് വലിപ്പമൊക്കെ വെക്കാനൊക്കെ ഇത് സാധിക്കും. ചുറ്റും നല്ലപോലെ റൗണ്ടിൽ മണ്ണ് നല്ല ശരിക്ക് ഇളക്കി കൊടുക്കണം. പൊക്കി ഈ കാടൊക്കെ പറിച്ച് ക്ലിയറാക്കി ഇടുക. ഏകദേശം ഈ രീതിയിൽ നടുക്ക് സെൻറ്ററായിട്ട് കുത്തി ഇറക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ധാരാളം വിളവൊക്കെ ലഭിക്കും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നമ്മൾ ഒരു തടം റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തടം റെഡിയാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളമൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഏത് സമയത്തും നമുക്ക് നടാവുന്നതാണ് ഈ കപ്പ.